ഇത് കണ്ടോ, ചിക്കൻ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മസാലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബ്രോസ്റ്റ്. എന്താ പറയുക, ഒരു ഇൻഗ്രീഡിയൻസും എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ അല്ലേ വാങ്ങിച്ചു കഴിക്കുന്നത്. അപ്പം അതൊന്നും ഇല്ല, അത് നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ അവധിയൊക്കെ അല്ലേ പിള്ളേരെ പറ്റിക്കാനൊരു സംവിധാനം. അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിനെ ഇല്ലേ സ്ക്വയർ പീസിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലെടുക്കാം കേട്ടോ, ഷേപ്പിൽ. ഇങ്ങനെ ആയിക്കോട്ടെ. ഇതിനെ വേണമെങ്കിൽ ഈ കട്ടിയുള്ള ഭാഗമില്ലേ അവിടെ നമുക്കൊന്നും കൂടെ ഒന്ന് നടുവേ ഒന്ന് പീസാക്കിയേക്കാം. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ആ ഫ്രണ്ടിലത്തെ കട്ടിയുള്ള പോർഷൻ മാത്രം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിങ്ങനെ എടുത്താൽ കേട്ടോ. ഈ ഒരു പീസിനെ വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കിയേക്കാം. നല്ല പോലെ കഴുകിയിട്ട് നമ്മളിങ്ങനെ എടുത്തേ. ഇനി നമുക്കേ നമ്മുടെ ഇടികട്ടയില്ലേ, ഈ ഇടികട്ട വെച്ചിട്ടേ ഒന്ന് ഇതിനെ ഒന്ന് ചതയ്ക്കണം. കത്തി വെച്ചിട്ട് ചതച്ചാലും മതി. ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടാ, കത്തി വെച്ചും ചെയ്യാം കേട്ടോ. കത്തി വെച്ചും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനൊരു എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്ന കണ്ടോ, ചെറുതായിട്ടൊന്ന്. എപ്പോഴും നമ്മളെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു, നല്ലതാണ്. നമ്മുടെ പീസൊക്കെ ഇങ്ങനെ ഒന്ന് ചതച്ച് വെച്ചു കേട്ടോ. ഉപ്പ് ചേർക്കണം, ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 2 നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചെറുനാരങ്ങയുടെ നീര് ഒരു ലേശം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാക്കി അതേപടി എടുത്ത് വെക്കണേ. ഇത് കണ്ടോ. എന്നിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് പെരട്ടി അവിടെ വെക്കുക കേട്ടോ. ഇതിലൊന്ന് ഉപ്പും നാരങ്ങ നീരും ഒന്ന് പിടിക്കുക. ഇതവിടെ ഇങ്ങനെ വെച്ചേക്കാം, മൂടി വെച്ചേക്കാവേ. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. ഇതാ മല്ലിച്ചപ്പ്, ചെറിയുള്ളി, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, എരിവിന് പാകത്തിനുള്ള മുളക് എടുക്കണേ, കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു കുടത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ എടുത്തേക്കുന്നത് എന്നാ അറിയോ, റൊട്ടിപ്പൊടിയാണേ. പിന്നെ ഈ നമ്മുടെ പ്ലെയിൻ ഓട്സ് ഇല്ലേ കട്ടിയുള്ളേ, അത് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാവേ. നമ്മുടെ മസാല നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചിക്കനേൽ അങ്ങോട്ട് പെരട്ടി വെക്കുവാണേ. കണ്ടോ, ഉപ്പും നാരങ്ങ നീരും നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് പാകത്തിന് നിങ്ങൾ ചേർക്കാവുള്ളൂ കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഇച്ചിരി ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്, വേറെ എരിവ് ചേർക്കാത്തത് കൊണ്ട് നമ്മൾ അത്രയും ചേർത്തേ. ഇതാ മസാല ആവശ്യത്തിന് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ വയ്ക്കുക. കുറച്ച് മസാല അവിടെ വെക്കണം കേട്ടോ. അത് നമുക്ക് ഒരു സോസ് ഉണ്ടാക്കണം, ഒരു ഡിപ്പ് അതിനകത്ത് മുക്കി കഴിക്കാനായിട്ട്. മസാല നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കണേ. 1/2 മണിക്കൂർ ഇത് ഇവിടെ ഇരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ പുരട്ടി കഴിയുമ്പോഴേ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഒരു ലേശം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കാം കേട്ടോ. കുറച്ച് ലേശം ഉപ്പും കൂടെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം കുറച്ച് ഈ സമയത്ത് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇപ്പം എല്ലാം പാകമാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാവേ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴേ എപ്പോഴും കട്ട്ലേറ്റും ഒക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല വരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂറായി കേട്ടോ. ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റൊട്ടിപ്പൊടിയില്ലേ, റസ്ക് പൊടിയും ഓട്സും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. ഈ ഓട്സ് ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഓട്സും റസ്കും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊന്ന് പൊടിച്ചതാണ്. ബ്രെഡാണ് ഉള്ളതെങ്കിൽ അതങ്ങ് പൊടിച്ചോ.
അതുപോലെ തന്നെ മുട്ടതേ എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദാമാവുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അതാ ഓരോ ചിക്കൻ പീസ് ഇങ്ങനെ എടുക്കുന്നു. കണ്ടോ, ഇതിലിങ്ങനെ നമ്മുടെ മൈദയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇതാ നമ്മുടെ മുട്ടയിലൊന്ന് മുക്കുന്നു. ഇതാ റൊട്ടിപ്പൊടി അതിലും ഒന്ന് മുക്കി എടുത്തു വയ്ക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ ചിക്കനിൽ സംഭവമെല്ലാം ബ്രെഡും ഓട്സും എല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മുട്ടയിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുക്കാൻ ആവശ്യത്തിനുള്ള വെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഓരോ ചിക്കൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചിക്കൻ പീസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറയ്ക്കണേ. നല്ല ചൂടിനിട്ടിട്ട് തീ ഒന്ന് കുറയ്ക്കണം. കാര്യം വെച്ചാൽ ചിക്കൻ കുറച്ച് വേകാനില്ലേ. ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചു. അതിനെന്ന് ചോദിച്ചാൽ വേഗണ്ടേ, നല്ലപോലെ നമ്മൾ ചതച്ചൊക്കെ വെച്ചിരിക്കുന്നതെങ്കിലും ചിക്കൻ ഒരു വേവുണ്ടല്ലോ. അതുകൊണ്ടാണ് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് അവിടെ ഒന്ന് കിടക്കട്ടെ. മുഴുവനെ മുങ്ങി ഇങ്ങനെ എണ്ണ നമ്മൾ ഒഴിക്കാത്ത കൊണ്ടേ ഇച്ചിരി കോരി ഒഴിച്ചോ, അല്ല പിന്നെ നമ്മൾ അത്ര എണ്ണ ഉപയോഗിക്കണ്ടേ. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിടണ്ടേ. ഇനി ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. ആ സമയത്ത് നമുക്ക് മുക്കി തിന്നാനേ ഇച്ചിരി ഡിപ്പ് ഉണ്ടാക്കണ്ടേ. അതാ നമ്മുടെ അരച്ച മസാലയുടെ ബാക്കിയാണ്, അത് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ തൈരാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇടാവേ. നമുക്ക് ചിക്കൻ മുക്കി തിന്നാനുള്ള നമ്മുടെ ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സോസ്. മറ്റേ സോസ് ഒന്നും ഉപയോഗിക്കരുത്. നമ്മുടെ നാടൻ ബ്രോസ്റ്റ് അല്ലേ, അപ്പോൾ അത് തിന്നാൻ നമ്മുടെ ഈ മസാല കുറച്ച് തൈര് ഉപ്പും ചേർത്ത് അടിപൊളിയാട്ടോ. ഇത് ഉണ്ടാക്കിയത് ഇവിടെ ഇരിക്കട്ടെ, ചിക്കൻ ആകുമ്പോഴത്തേനും മുക്കി തിന്നാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ നമുക്ക് പെറുക്കിയെടുക്കാവേ. എല്ലാം ഇങ്ങനെ വറുത്തങ്ങ് എടുക്കാവേ. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പാകത്തിന് എടുത്തോണം കേട്ടോ. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കണേ. ചൂടൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താ. നമ്മുടെ ഈ ഡിപ്പിനകത്തൊന്ന് മുക്കിയിട്ട് ഒന്നും പറയാനല്ല, സൂപ്പർ ടേസ്റ്റ്. ഓ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഈ പുറമേയൊക്കെ നല്ല കറുമുറാന്ന്, ഉള്ളിലോട്ട് വരുമ്പോൾ ആ ഒരു സോഫ്റ്റായിട്ട്. പിന്നെ ഈ മസാല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി എരിവ് കുറച്ച് കൊടുത്തോ, ഇല്ലെങ്കിൽ മറ്റേ സോസ് കൊടുത്തോ കേട്ടോ, ടൊമാറ്റോ സോസ്. ഇത് ഇച്ചിരി എരിവുണ്ടല്ലോ, നമുക്കൊക്കെ ഇത് വേണം. എന്തായാലും ഇത് മുഴുവൻ തിന്നിട്ടേ പറയുന്നുള്ളൂ, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.